നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. അറബിക്കടലിൽ ഭൂചലനം 4.5 തീവ്രത രേഖപ്പെടുത്തി. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, 1.5 മണിക്കൂർ മുമ്പാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. അറബിക്കടലിലാണ്. അറബിക്കടലിൽ മാലദ്വീപിൽ നിന്നൊക്കെ മാറിയാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രതയാണ് ഈ ഭൂചലനത്തിൽ കാണിക്കുന്നത്. സുനാമി ഭീഷണി ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മറ്റനിഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളതായി വിവരങ്ങളില്ല, അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം വരെ 1.5 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്ക് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതേസമയത്ത് കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചതാണ്. നിലവിലെ പശ്ചാത്തലത്തിൽ, അതായത് ഈ ഭൂചലനം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും മാറ്റമുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുമില്ല. അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്, കാലാവസ്ഥാ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത്. ശരി അലക്സ്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ മാധ്യമവേട്ട. മാധ്യമപ്രവർത്തകന് നേരെ വനം പോലീസ് വകുപ്പുകളുടെ പ്രതികാര നടപടി. വനം വകുപ്പിന്റെ വ്യാജ പരാതിയിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു അറസ്റ്റ്. കസ്റ്റഡിയിൽ സ്റ്റേഷനിൽ വെച്ച് റൂബിൻ ലാലിന് മർദ്ദനമേറ്റത് പ്രതിഷേധത്തിന് കാരണമായി. ഇതിനിടെ റൂബിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. ഇന്നലെ രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ റൂബിൻ ലാലിനെ മർദ്ദിച്ചതായി ആക്ഷേപമുണ്ട്. റൂബിന്റെ ഫോൺ പോലീസ് എറിഞ്ഞു തകർക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച ശേഷവും സിഐയുടെ നേതൃത്വത്തിൽ അസഭ്യവർഷവും മർദ്ദനവും ഉണ്ടായതായി റൂബിൻ ലാൽ വ്യക്തമാക്കി. രാത്രി മുഴുവൻ അടിവസ്ത്രം മാത്രം ഇടാൻ നൽകിയെന്നും റൂബിൻ പറഞ്ഞു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സിഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. അതേസമയം ഉച്ചയോടെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ റൂബിൻ ലാലിനെ കോടതി റിമാൻഡ് ചെയ്തു. റൂബിന്റെ ജാമ്യാപേക്ഷ നാളെ തന്നെ കോടതി പരിഗണിക്കും. പോലീസ് മർദ്ദനത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ കാട്ടുപന്നി വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വനം മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. 24 തൃശൂർ. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഫാസിസ്റ്റ് നടപടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാജ പരാതി കിട്ടിയതും കൊടും കുറ്റവാളിയെപ്പോലെ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ച അതിരപ്പള്ളി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. ഫാസിസത്തിന്റെ പുതിയ ഉദാഹരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതിരപ്പള്ളിയിൽ നടന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ നടപടിയെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ. അതിരപ്പള്ളിയിൽ സംഭവിച്ചത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കാരണം ഒരു റിപ്പോർട്ടറുടെ ജോലി എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിന് നേരെ കൈകടത്തുന്ന ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കർഷക സംഘടനയായ കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. ഈ പാവപ്പെട്ട റൂബിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത് അദ്ദേഹം? ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? ഫോട്ടോ എടുത്തുന്നോ? ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഏത് കാര്യങ്ങളാ ജനസമക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റുക?
പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നും നടപടി വേണമെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെടാത്ത വനം വകുപ്പിന് മാധ്യമപ്രവർത്തകനെ കൊടുക്കാൻ എന്തിനിത്ര തിടുക്കമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അറസ്റ്റ് ദുരൂഹമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും പ്രതികരിച്ചു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബു കുറ്റപ്പെടുത്തി. 24 തൃശൂർ. ഒടുവിൽ ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ. ഗൂണ്ട നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവിന് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സസ്പെൻഷൻ നടപടി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഫീദ്, നേരത്തെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടി വന്നതാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഗുണ്ടാവിളയാട്ടം തടയാൻ ഒരു ഭാഗത്ത് പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പങ്കെടുത്തത്. ഇത് പോലീസിനെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും വലിയ കളങ്കമായി മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ടത്. ഈ ഡിവൈഎസ്പി സാബുവിനെ, പ്രത്യേകിച്ച് MG സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുകയായിരുന്നു. ഉടൻ തന്നെ, അതായത് അടുത്ത മണിക്കൂറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്യുന്നുള്ള ഉത്തരവ് പുറത്തിറങ്ങും. ഓപ്പറേഷൻ ആഗടക്കമുള്ള പ്രധാനപ്പെട്ട പോലീസ് നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുന്നതിനിടെയായിരുന്നു ഈ MG സാബു ഗുണ്ട നേതാവിന്റെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുക്കുകയും പിന്നാലെ പോലീസ് നടത്തിയ റെയ്ഡിൽ ഈ ശുചിമുറിയിലടക്കം ഒളിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇത് വലിയ ഗൗരവമായി പോലീസും ആഭ്യന്തര വകുപ്പും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നടപടിക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയത്. നേരത്തെ ഈ പാർട്ടിയിൽ പങ്കെടുത്ത മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അതും മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് പിന്നാലെ മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ നടപടിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. നാളെ സംസ്ഥാന പോലീസിന്റെ ഒരു യോഗം മുഖ്യമന്ത്രിയുമായി ചേരുന്നുണ്ട്. അതിൽ DGP അതേപോലെ തന്നെ ADGPമാർ, പ്രത്യേകിച്ച് എല്ലാ വിഭാഗത്തിലുമുള്ള ADGPമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരുപടി മുൻകൂട്ടി എറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ സസ്പെൻഷൻ നിർദ്ദേശം നൽകിയത്. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഗൂണ്ട നേതാവിന്റെ വിരുന്നിൽ ഡിവൈഎസ്പിയോടൊപ്പം പങ്കെടുത്ത വിജിലൻസ് ഉദ്യോഗസ്ഥനെതിരെയും നടപടി. പോലീസിൽ നിന്ന് വിജിലൻസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി മനീഷ് മഹിവാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഈ ഡിവൈഎസ്പിയുടെ കൂടെ പോയ 3 ഉദ്യോഗസ്ഥരാണ്. ആ 3 ഉദ്യോഗസ്ഥരിൽ 2 ഉദ്യോഗസ്ഥർ, അതിൽ ഒരാൾ CPO, ആലപ്പുഴയിലെ CPO, മറ്റൊരാൾ പോലീസ് ഡ്രൈവർ കൂടിയാണ്, ജോളിമോൻ ദീപക്. ഈ 2 പേർക്കെതിരെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നടപടിയെടുത്തിരുന്നു. അന്വേഷണ വിധേയമായി 2 പേരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ വിജിലൻസിലേക്ക്, ആലപ്പുഴ പോലീസ് എയർ ക്യാമ്പിൽ നിന്നും ഡെപ്യൂട്ടേഷൻ എറണാകുളത്ത് വിജിലൻസ് ഡ്രൈവറായി ഡെപ്യൂട്ടേഷനിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഈ സംഭവം വിവാദമായതോടുകൂടി ഇന്ന് രാവിലെയാണ് വിജിലൻസ് വീണ്ടും ഇയാളെ ആലപ്പുഴ പോലീസിലേക്ക് തന്നെ, അതായത് വിജിലൻസിൽ നിന്ന് ആലപ്പുഴ പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള പോലീസിലേക്ക് മാറ്റിയത്. അങ്ങനെ ഇന്ന് ഉച്ചയോടുകൂടി പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു. വൈകിട്ടാണ് ജില്ലാ പോലീസ് മേധാവി ഈ വിജിലൻസിലെ ഡ്രൈവർ കൂടിയായിട്ടുള്ള ആലപ്പുഴയിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഉമേഷ്, ശരി. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ ICU ആംബുലൻസ് ഇല്ലാത്തതിനാൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് വയോധികൻ മരിച്ചു. മേലെ ഭൂതയാർ ഊരിലെ ചെല്ലനാണ് മരിച്ചത്. കഴിഞ്ഞ 25-ന് വനത്തിൽ ആടിനെ മേയ്ക്കാൻ പോയ അദ്ദേഹം വനത്തിൽ കുഴഞ്ഞു വീണ് ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. തുടർന്ന് കാൽനടയായി ചുമന്ന് ആംബുലൻസിൽ കയറ്റി കോട്ടത്തറ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ICU ആംബുലൻസിനായി 4 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ 2 ദിവസമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ചെല്ലൻ ഇന്ന് രാവിലെ മരിച്ചു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതാണ് മരണകാരണം. സംസ്ഥാനത്ത് മദ്യനയം മാറ്റാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ തള്ളി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. യോഗം ചേർന്നെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് വാർത്താക്കുറിപ്പ്. എന്നാൽ ബാർകോഴ ഇല്ല എന്നാണ് സംഘടനാ നേതാവ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. ശബ്ദ സന്ദേശം അയച്ചത് കെട്ടിടം വാങ്ങാൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണെന്നും മൊഴിയിലുണ്ട്.
സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാക്കാൻ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്നാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നടപടികൾ ആലോചിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെ ദുർവ്യാഖ്യാനിച്ചാണ് പ്രചാരണം നടക്കുന്നതെന്നും വി വേണു വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. അതേസമയം സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിലാണ് ശബ്ദ സന്ദേശം അയച്ചതെന്ന സംഘടനാ നേതാവ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. സർക്കാരിന് കോഴ നൽകിയിട്ടില്ലെന്നും കെട്ടിട ഫണ്ട് പിരിക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അനിമോൻ കൂട്ടിച്ചേർത്തു. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് അമിതമായി ഇടപെടുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ് ഇപ്പോൾ. ബാർക്കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും അറിവുണ്ടെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ടൂറിസം വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബാർ മുതലാളിമാരുമായി യോഗം ചേരാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴക്കുകയാണെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. വിഷയത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഡൽഹി വിവേക് വിഹാറിൽ 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ച ആശുപത്രി പ്രവർത്തിച്ചത് അടിമുടി നിയമവിരുദ്ധമായി. അലോപ്പതി ഡോക്ടർക്ക് പകരം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ആയുർവേദ ഡോക്ടറാണ്. രോഗികളെ ചികിത്സിച്ചിരുന്നത് ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യയും. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വിവേക് വിഹാറിലെ ആശുപത്രി പ്രവർത്തിച്ചത് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാർച്ച് 31 അവസാനിച്ച ലൈസൻസ് ആശുപത്രി അധികൃതർ പുതുക്കിയിട്ടില്ല. ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരുടെ യോഗ്യത സംബന്ധിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നു. സംഭവത്തിൽ നടപടി ശക്തമാക്കിയ പോലീസ് ആശുപത്രി ഉടമ നവീൻ കിഞ്ചി, ഡ്യൂട്ടി ഡോക്ടർ ആകാശ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഡ്യൂട്ടി ഡോക്ടർ ആകാശ് ആയുർവേദ ഡോക്ടർ എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രി ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യയുടെയും നേതൃത്വത്തിലാണ് ചികിത്സകൾ നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതര വീഴ്ചകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതിന് പിന്നാലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് അന്വേഷണം ആരംഭിച്ചു. വിവേക് വിഹാർ ആശുപത്രിയിലുണ്ടായ വീഴ്ചകൾ പരിശോധിക്കാൻ ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു. 24 ഡൽഹി. KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ 4 പേർക്ക് സസ്പെൻഷൻ. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ നേതാക്കളെയാണ് NSUI നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. അതിനിടെ ക്യാമ്പിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ്, തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലമീൻ അഷറഫ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അല്ലമീൻ അഷറഫ്, ജെറിൻ ആര്യനാട് എന്നിവരെ ക്യാമ്പിലുണ്ടായ തർക്കങ്ങളുടെ പേരിലാണ് സസ്പെൻഡ് ചെയ്തത്. അനന്തകൃഷ്ണൻ, ഏഞ്ചലോ ജോർജ് എന്നിവർ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് നടപടി. KPCC അധ്യക്ഷൻ K സുധാകരനൊപ്പം നിന്നതാണ് നടപടിക്ക് കാരണമെന്ന് അനന്തകൃഷ്ണൻ ആരോപിച്ചു. KPCC അധ്യക്ഷനെ ഈ ക്യാമ്പിലേക്ക്, നെയ്യാറിൽ നടന്ന ക്യാമ്പിലേക്ക് ക്ഷണിച്ചില്ല എന്ന വാസ്തവമുണ്ട്. ആ വാസ്തവം പ്രതികരിച്ചു എന്നുള്ളതിന്റെ പേരിലും KPCCക്കെതിരെയും ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരനെതിരെയും അനാവശ്യമായി വാർത്ത കൊടുത്തത് ഈ KSUവിന്റെ കുറച്ച് ആളുകളാണ്. KPCC നേതൃത്വത്തെയോ KPCC അധ്യക്ഷനെയോ ക്യാമ്പ് അറിയിച്ചിരുന്നില്ലെന്ന വാദം പ്രതിപക്ഷ നേതാവ് തള്ളി. അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു. KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റിനോട് പറഞ്ഞാണ്. KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. പാർട്ടി അറിയാതെ നെയ്യാർ ഡാമിൽ പരിപാടി നടക്കുന്നത്. ക്യാമ്പിലുണ്ടായ തർക്കങ്ങൾ അന്വേഷിക്കാൻ KSU സംസ്ഥാന കമ്മിറ്റിയും അന്വേഷണ കമ്മീഷനെ ഉടൻ പ്രഖ്യാപിക്കും. തമ്മിലടിയെ ഗൗരവത്തോടെയാണ് KPCC നേതൃത്വവും കാണുന്നത്. വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടപടിയുണ്ടാവും. KSU സംസ്ഥാന കമ്മിറ്റിയിൽ അഴിച്ചുപണി നടത്തുന്നതും ആലോചനയിലുണ്ട്. 24 തിരുവനന്തപുരം. KSRTC ഡ്രൈവർ LH യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ്. ബസ്സിലിരുന്ന് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ പിന്നിലെ കാറിലുള്ളവർക്ക് കാണാനാകുമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതേസമയം MLA സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറുകയും തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തെന്ന് കണ്ടക്ടറും യാത്രക്കാരും മൊഴി നൽകി. ഇന്നലെ രാത്രി തിരുവനന്തപുരം പ്ലാമൂട് മുതൽ PMG വരെയാണ് പോലീസ് പരിശോധന നടത്തിയത്. LH യദു ഓടിച്ച ബസ്സും മേയർ ആര്യ രാജേന്ദ്രനും സംഘവും സഞ്ചരിച്ച കാറും സഞ്ചരിച്ച അതേ രീതിയിൽ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ടായിരുന്നു തെളിവ് ശേഖരണം. ബസ് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ കാറിന്റെ വിൻഡോയിൽ കൂടി കാണാമെന്ന നിഗമനത്തിലാണ് പോലീസ്.
ഇത് യദു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന ആര്യ രാജേന്ദ്രന്റെ പരാതി ശരിവെക്കുന്ന സാഹചര്യ തെളിവായി കണക്കാക്കും. എന്നാൽ ആംഗ്യം കാണിച്ചെന്ന് തെളിയിക്കാനുള്ള ദൃശ്യങ്ങളോ സാക്ഷിമൊഴിയോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിക്കുന്ന സാക്ഷിമൊഴി പോലീസിന് ലഭിച്ചു. MLA ബസ്സിൽ കയറി യദുവിനോട് ബസ് തമ്പാനൂർ ഡിപ്പോയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെന്നാണ് യാത്രക്കാരും കണ്ടക്ടർ സുബിനും മൊഴി നൽകിയത്. 24 തിരുവനന്തപുരം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പോലീസ് അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം വേണമെന്ന ഡ്രൈവർ LH യദുവിന്റെ ഹർജി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഹർജി തള്ളിയത്. പോലീസ് ഇന്ന് കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകി. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 3 പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും CCTV ഉൾപ്പെടെ തെളിവ് ശേഖരണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അതീവ ഗുരുതര സ്വഭാവത്തിൽ പരിഗണിക്കേണ്ട കേസല്ലെന്ന് പ്രോസിക്യൂഷനും കോടതി അറിയിച്ചു. ഈ വാദങ്ങൾ പരിഗണിച്ചാണ് കോടതി യദുവിന്റെ ഹർജി തള്ളിയത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പിടി കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി അപക്വമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത്. വഞ്ചന, ഗൂഢാലോചനയടക്കം 5 കുറ്റങ്ങൾ കണ്ടെത്തിയെന്നും ഇതിൽ കേസെടുക്കേണ്ടത് പോലീസാണെന്നും ചൂണ്ടിക്കാട്ടി തുടർച്ചയായി 2 കത്തുകളാണ് ED നൽകിയത്. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി അപക്വമാണെന്നും ഹർജി തള്ളണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചു. ECIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല. ECIR രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആരും കുറ്റക്കാരനാകുന്നില്ലെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം ശരിയല്ല. ആദായ നികുതി വകുപ്പ് 2019 നടത്തിയ റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന് CMRL MDയും CFOയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് 1.72 കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും EDയുടെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാസപ്പടി കേസിൽ തുടർച്ചയായി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു CMRL കമ്പനിയിലെ ഏതാനും ജീവനക്കാർ നേരത്തെ കോടതിയെ സമീപിച്ചത്. ഹർജി ജൂൺ 7 വീണ്ടും പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റി. 24 കൊച്ചി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബാറിൽ വെച്ച് ലഹരി സംഘം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. മണലി സ്വദേശിയും ബാറിലെ ഷെഫുമായ ഷിബുവിനാണ് കുത്തേറ്റത്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹരികൃഷ്ണനിലേക്ക് എത്താം. അല്പസമയം മുൻപാണ് വിഴിഞ്ഞത്ത് ഈ സംഭവം ഉണ്ടായത്. ബാറിൽ വെച്ച് ലഹരി സംഘം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മണലി സ്വദേശിയും ബാറിലെ ഷെഫുമായ ഷിബുവിന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹരികൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ പറയൂ. അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് വിഴിഞ്ഞത്തുള്ള ഹരീഷിലേക്ക് എത്താം. ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ടാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബാറിൽ വെച്ച് ലഹരി സംഘം യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. രാഹുൽ ഗാന്ധിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പാക് നേതാക്കൾ പിന്തുണച്ചത് അന്വേഷിക്കേണ്ട വിഷയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിക്കെതിരെ ED അന്വേഷണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ത്യ മുന്നണി യോഗം ജൂൺ 1 ഡൽഹിയിൽ ചേരും. പാകിസ്ഥാൻ മുൻ മന്ത്രി ചൌധരി ഫവദ് ഹുസൈൻ രാഹുൽ ഗാന്ധിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പ്രശംസിച്ച സംഭവമാണ് ഏറെ ഗൌരവമുള്ള അന്വേഷണം നടത്തേണ്ട വിഷയമെന്ന പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണം. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ബീഹാറിലെ റാലിയിലും പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിമർശനം ആവർത്തിച്ചു. भाई और बहनों, नरेंद्र मोदी ने ये काम 10 साल से किया है. पहले राजा महाराजा होते थे, उनको कांग्रेस पार्टी ने निकाला, संविधान ने निकाला. अब नरेंद्र मोदी जी ने 22-25 नए राजा बना दिए हैं, राजा महाराजा बना दिए. ബീഹാറിലെ പാലിഗഞ്ചിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രാഹുലിന്റെ പ്രചാരണവേദി ഭാഗികമായി തകർന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല.
അതിനിടെ പൊതുതിരഞ്ഞെടുപ്പ് അവലോകനവും തുടർ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ത്യ മുന്നണിയുടെ യോഗം ജൂൺ 1 ചേരും. ജൂൺ 2 ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടതിനാലാണ് 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 1 തന്നെ യോഗം ചേരുന്നത്. തൃണമൂൽ കോൺഗ്രസിനെതിരായ പത്രപരസ്യത്തിൽ BJPക്ക് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റു. TMCക്കെതിരായ BJPയുടെ പരസ്യങ്ങൾ നിരോധിച്ച കൽക്കട്ട ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. പരസ്യങ്ങൾ പ്രഥമദൃഷ്ട്യാ അവഹേളനപരമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 24 ഡൽഹി. കേരളത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 25 നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 6 പ്രസിദ്ധീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിന് പുറമെ മഹാരാഷ്ട്രയിലെ ഒരു സീറ്റിലും രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. മുൻ വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേൽ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. ലൈംഗിക അതിക്രമ കേസിൽ വിദേശത്തൊടുവിൽ കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് ഈ മാസം 31 പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് പ്രജ്വലിന്റെ നീക്കം. കേസിൽ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പാർട്ടി പ്രവർത്തകരോടും കുടുംബത്തോടും ക്ഷമ ചോദിക്കുന്നുവെന്നും വീഡിയോ സന്ദേശത്തിൽ പ്രജ്വൽ രേവണ്ണ പറഞ്ഞു. പ്രജ്വൽ രേവണ്ണ വിമാനത്താവളത്തിലെത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സ്വാതി മാലിവാളിനെ ഉപദ്രവിച്ച കേസിൽ വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ തീസ് ഹസാരി കോടതി ഉത്തരവ് പറയാൻ മാറ്റി. പരിക്കുകൾ സ്വാതി സ്വയം ഏൽപ്പിച്ചതാകാമെന്ന് വിഭവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സൈബർ ആക്രമണത്തിൽ സ്വാതി കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. പ്രതിക്കെതിരെ നടപടി സ്വീകരിച്ചതായി ആം ആദ്മി പാർട്ടി കോടതിയെ അറിയിച്ചു. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങാതെയാണ് സ്വാതി മാലിവാൾ വസതിയിലെത്തിയത് എന്നാണ് ബിഭവ് കുമാറിന്റെ അഭിഭാഷകൻ ഹരിഹരൻ കോടതിയിൽ പറഞ്ഞത്. ഇതിലൂടെ നിയമലംഘനം നടന്നതായും മുതിർന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തോട് തുടക്കം മുതൽ തന്നെ സഹകരിക്കുന്നുവെന്ന് പ്രതിഭാഗം പരാമർശിച്ചപ്പോൾ ബിഭവ് കുമാറിന് തെളിവുകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമെന്ന് സ്വാതിയുടെ അഭിഭാഷകൻ വാദിച്ചു. പാർട്ടി നേതാക്കൾ പ്രതിയെ മുംബൈയിലേക്ക് കൊണ്ടുപോയെന്നും പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടാകുമെന്നും സ്വാതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതിയെ അറിയിച്ചു. ഇരയുടെ ഭാഗം പൂർണ്ണമായി കേൾക്കാതെ അപേക്ഷ പരിഗണിക്കരുത് എന്നാണ് സ്വാതിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഏറെ നേരം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി ബിഭവിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയാൻ മാറ്റി. അതിനിടെ മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. മെഡിക്കൽ പരിശോധനകൾ മുൻനിർത്തി ഒരാഴ്ചത്തെ സാവകാശമാണ് തേടിയിരിക്കുന്നത്. 24 ഡൽഹി. സമസ്ത ലീഗ് സ്വാരസ്യങ്ങൾക്കിടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹസദസ്സിൽ പങ്കെടുത്ത സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സ്നേഹസദസ്സ് രാജ്യത്തിനുള്ള സന്ദേശമെന്ന് സദസ്സ് ഉദ്ഘാടനം ചെയ്ത തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ സദസ്സിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി നിൽക്കുന്നതിനിടയിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹ സദസ്സ് നടന്നത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സദസ്സിൽ പങ്കെടുക്കുമോ എന്ന ചർച്ച സജീവമായിരുന്നു. എന്നാൽ ഇതെല്ലാം അസ്ഥാനത്താക്കി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സദസ്സിനെത്തി. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയമാവുന്ന സൗഹൃദം, സ്നേഹം എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ കേരളത്തിൽ എന്നല്ല കേരളത്തിൻ്റെ പുറത്തും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി യാത്ര നടത്തണമെന്നാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത്. വർഗീയ ശക്തികൾ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചെങ്കിലും കേരളം അനുവദിച്ചില്ലെന്നും കേരള മോഡൽ പൊളിറ്റിക്സ് ആണ് രാജ്യത്തിന് ആവശ്യമെന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു. കേരള ആജ് के तारीख में हिंदुस्तान के रोल मॉडल है क्योंकि आपके आपस में कुछ भी हो अंडरस्टैंडिंग में अगर चुनाव में अलग अलग आपके सोच होगा, मगर यहाँ पर तो आप लोग किसी कम्युनल फोर्सेस को एंट्री नहीं दिए. इंडिया हैज़ टू लर्न the system which is intact in Kerala to protect our society. വോട്ടു രാഷ്ട്രീയത്തിനായി ആളുകളെ ഭിന്നിപ്പിക്കുന്ന നിലപാട് UDF സ്വീകരിക്കാറില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെ മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സ്നേഹ സദസ്സിൽ പങ്കെടുത്തു. 24 കോഴിക്കോട്. കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ്. 3 ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 31 കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ പശ്ചിമ ബംഗാളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. ചുഴലിക്കാറ്റിനെ തുടർന്ന് ബംഗാളിൽ 2 പേർ മരിച്ചു. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശത്ത് റെഡ് അലർട്ട് തുടരുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു.
മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വേഗത്തിൽ ബംഗ്ലാദേശിലെ ഖേപ്പൂപ്പറയ്ക്കും ബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യയാണ് റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. പലയിടങ്ങളിലും നാശനഷ്ടം വിതച്ചു. കൊൽക്കത്തയിൽ മതിൽ ഇടിഞ്ഞു വീണും നോർത്ത് 24 പർഗാനാസിൽ മരം വീണുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. കൊൽക്കത്ത, ഹൂബ്ലി, ഹൌറ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് 10 ലക്ഷം വരെ ഒഴിപ്പിച്ചതിനാൽ ആളപായം ഉണ്ടാകില്ലെന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചു. ഗവർണർ CV ആനന്ദബോസ് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. താൽക്കാലികമായി നിർത്തിവെച്ച കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും ട്രെയിൻ ഗതാഗതവും പുനരാരംഭിച്ചു. കനത്ത മഴയുടെ മുന്നറിയിപ്പ് നൽകിയ അസമിൽ 7 ജില്ലകളിലും ത്രിപുരയിൽ 4 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ച സംഭവിച്ചെന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം അപര്യാപ്തമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. അതേസമയം പുഴയിൽ രാസമാലിന്യം കലർന്നിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മത്സ്യസമുദ്ര ഗവേഷണ സർവകലാശാലയുടെ റിപ്പോർട്ട് ശരിവയ്ക്കുന്നതാണ് സബ് കളക്ടറുടെ കണ്ടെത്തലുകൾ. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനം അപര്യാപ്തമാണ്. മത്സ്യകർഷകരെ ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണം. പെരിയാറിനുണ്ടായ പാരിസ്ഥിതിക തിരിച്ചടി വിശദമായി പരിശോധിക്കണം. മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. പെരിയാറിൽ രാസമാലിന്യം കലർന്നതല്ല മത്സ്യക്കുരുതിക്ക് കാരണമെന്ന പരിശോധനാ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിൽ മാലിന്യമൊഴുക്കിയ AK കെമിക്കൽസ്, അർജുന നാച്ചുറൽസ് എന്നീ കമ്പനികൾക്ക് നോട്ടീസ് നൽകും. അതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കുറെ കേബിൾ ബ്രേക്കേജ് ഉണ്ട്, അതെല്ലാം നോക്കാനായിട്ടുള്ള സമയം എടുക്കും. നമ്മളുടെ അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം ഒന്നും കാണുന്നില്ല, രാസമാലിന്യങ്ങളുടെ പ്രസൻസ് ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല ഇതുവരെ. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റിന്റെ പ്രസൻസ് ഉള്ളതായിട്ട് കാണുന്നില്ല. റീസൺ നമുക്ക് അറിയില്ല. ഇപ്പോൾ കുഫോസിന്റെ കൂടെ റിപ്പോർട്ട് നമ്മൾ കുഫോസിനും ഫിഷ് സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഫോസിന്റെ റിപ്പോർട്ട് കൂടെ വന്നതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ. അർജുന നാച്ചുറൽസ് എന്നുള്ള കമ്പനിയുടെ ഒരു സ്റ്റോം വാട്ടർ ഡ്രെയിനിൽ കൂടെ ഒരു ബ്ലാക്കിഷ് കളറിലുള്ള വെള്ളം സ്റ്റോം വാട്ടറിനൊപ്പം ഒഴുകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ലീഗൽ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതും അനാലിസിസ് റിപ്പോർട്ടിനായിട്ട് നമ്മൾ സാമ്പിൾസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളതിന് അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടതുകൊണ്ട് നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണ്. പെരിയാറിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ പ്രതിഷേധിച്ചു. ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഇന്ന് ആരംഭിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മറുപടി. 24 കൊച്ചി. നെടുമ്പാശ്ശേരി അവയവക്കടത്തിന് ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ തമിഴ്നാട്ടിലെന്ന് സൂചന. ഷമീറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കേസിലെ മുഖ്യ സൂത്രധാരൻ ഇറാനുള്ള മധുവിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഷമീർ ബാങ്കോക്കിലുണ്ടെന്നായിരുന്നു പാലക്കാട് നിന്ന് ലഭിച്ച വിവരം. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ഷമീർ തമിഴ്നാട്ടിലുണ്ടെന്ന് വ്യക്തമായി. ശസ്ത്രക്രിയയെ തുടർന്ന് ശാരീരിക അവശതകളും നേരിടുന്നുണ്ട്. യാത്ര ചെയ്യാനാകില്ല. ഇയാൾ അവയവക്കടത്ത് സംഘത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചതായും പോലീസ് സംശയിക്കുന്നു. അവയവക്കടത്ത് കേസിൽ 4 പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സബിത് നാസറും സജിത് ശ്യാമും നേരത്തെ പിടിയിലായിരുന്നു. മുഖ്യ സൂത്രധാരൻ കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും. മധുവിന്റെ കങ്ങരപ്പടി മേൽവിലാസത്തിലുള്ള കടലാസ് കമ്പനിയിലൂടെ അവയവക്കടത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്നാണ് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്ത മധുവിന്റെ സഹായി സജിത് ശ്യാമിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. 24 കൊച്ചി. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.